നമ്മളങ്ങനെ മണിപ്പൂരിൽ നിന്നും ആസാമിലെത്തിയ സമയത്തുണ്ടല്ലോ എൻ്റെ സൈക്കിൾ നേരെ കയറ്റിയത് ഒരു സൈക്കിൾ ഷോപ്പിലേക്കാണ്. എൻ്റെ സൈക്കിൾ അട്ടപടലം നശിച്ചിരിക്കണമായിരുന്നു. അങ്ങനെ സൈക്കിൾ ഷോപ്പിൽ കയറ്റി ഒരുപാട് സാധനങ്ങൾ മാറ്റാണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ രാത്രിയായി. ആ ഒരു സമയത്ത് നമ്മളെ പുള്ളിയുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നേക്കാം. അതേപോലെ പുള്ളിൻ്റെ വീട്ടിലെ പുറത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. രാവിലെ അവരൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് ഷോപ്പിലേക്ക് പോയിട്ടാണ്. അവിടെ ചെന്നപ്പോഴും അവർ റെഡിയാക്കിയിട്ട് ശരിയാണല്ലോ. അടുത്ത് വേറൊരു കടയുണ്ടായിരുന്നു, അവരെ കൊണ്ട് ശരിയാക്കി. അങ്ങനെ അവർ ഏകദേശം ഒരു 20-25 മിനിറ്റോളം എടുത്ത് ശരിയാക്കി. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടുകൂട്ടിയായിട്ട് അവർ പിള്ളേർ മുതൽ വലിയ ആൾക്കാർ വരെ ഉണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സന്തോഷവും സ്നേഹമൊക്കെ ആയിരുന്നു. അങ്ങനെ സൈക്കിൾ പിന്നെ ചവിട്ടി നോക്കിയപ്പോൾ വീണ്ടും കംപ്ലൈൻ്റ് ആയി. കാരണം അതിൻ്റെ സ്പോക്ക് വീണ്ടും പൊട്ടിപ്പോയിട്ടാണ്. അങ്ങനെ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പിള്ളേരും ആൾക്കാരും എല്ലാവരും നമ്മുടെ കൂടെ ആ സൈക്കിൾ ഷോപ്പിലുണ്ടാകുന്നുണ്ട്. അത് ഭയങ്കര വലിയ കാര്യമായിരുന്നു. അങ്ങനെ എനിക്കുള്ള ഫുഡ് ഉൾപ്പെടെ എല്ലാം അവരാ മേടിച്ചിരുന്നത്. കാരണം ഇത് രണ്ടാമത്തെ ദിവസമുണ്ട്. രണ്ടാമത്തെ ദിവസം ഏകദേശം ഉച്ച കഴിഞ്ഞ് വൈകിട്ടായിട്ടും സൈക്കിൾ ശരിയായിട്ടുണ്ടാകുന്നില്ല. ആ ഒരു സമയം വരും എല്ലാവരും നമ്മുടെ കൂടെ കട്ടൊക്കെ ഉണ്ടാകുന്നിട്ടാ. അങ്ങനെ പിറ്റേ ദിവസം, അതായത് മൂന്നാമത്തെ ദിവസം അവരോട് യാത്രയും നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വീണ്ടും നമ്മുടെ സൈക്കിളൊന്ന് പഞ്ചറായി. 2 തവണ ഞാൻ ഒട്ടിച്ചാണ്. പക്ഷേ മൂന്നാമത്തെ തവണ ഒരു പുള്ളി റെഡിയാക്കി തന്നിട്ടാ. പാവം പുള്ളി പൈസ ഒന്നും മേടിച്ചില്ല കേട്ടോ. പാവം മനുഷ്യനാണ്.